കൊല്ലം കോർപ്പറേഷനിലും നേരത്തെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് UDF. 25 വർഷമായി ഭരണം നടത്തുന്ന LDFന് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു വികസന പദ്ധതിയില്ലെന്ന് മേയർ സ്ഥാനാർത്ഥി AK ഹഫീസ് പറയുന്നു. UDF അധികാരത്തിൽ വന്നാൽ കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നം, ചിന്നക്കടയിലെ വികസന പ്രശ്നങ്ങൾ എന്നിവ പരിഹരിക്കും. ഇല്ലം കെട്ടവരെ കൊല്ലത്തിന് വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് UDF തെരഞ്ഞെടുപ്പ് നേരിടുന്നതും AK ഹഫീസ് മീഡിയ വണിനോട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിലും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. 13 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. INTUC ജില്ലാ അധ്യക്ഷനായിട്ടുള്ള AK ഹഫീസിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ള ഒരു കൌൺസിലർക്കും മത്സരിക്കാനുള്ള സീറ്റ് നൽകിയിട്ടുണ്ട്. മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഉടൻ പ്രഖ്യാപിക്കും. വളരെ നേരത്തെ തന്നെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനവും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഇപ്രാവശ്യത്തെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൌരവമായിട്ടാണ് കാണുന്നത്. അത് ഏകദേശം കഴിഞ്ഞ ഒരു വർഷക്കാലമായി തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചു. അതിന്റെ ഭാഗമായി കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം യോഗങ്ങൾ, നിരവധി യോഗങ്ങൾ താഴെ തട്ടിൽ മുതൽ മുകൾ തട്ടിൽ വരെയുള്ള യോഗങ്ങൾ നടന്നു. സ്വാഭാവികം ഈ കൊല്ലം കോർപ്പറേഷന്റെ ഒരു പ്രത്യേകത, കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കൊല്ലം ഭരിക്കുന്നത് LDF മുന്നണി നേതൃത്വത്തിലാണ്. LDFകാർ ഭരിച്ച് കൊല്ലം നഗരം ഒരു പരുവത്തിലാക്കി, അല്ലെങ്കിൽ നശിപ്പിച്ച് അഴിമതിയുടെ ഒരു കൂത്തരങ്ങ. കൊല്ലം കോർപ്പറേഷനോടൊപ്പം ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂരും അതുപോലെ തന്നെ കണ്ണൂരും, ഈ 2 കോർപ്പറേഷനും ഇതേ പദവി കിട്ടിയവരാ. 2 കോർപ്പറേഷൻ, ആ പദവി 2 കോർപ്പറേഷനോടൊന്ന് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഏറ്റവും ദയനീയമായ അവസ്ഥ. കൊല്ലം കോർപ്പറേഷന്റെ ഈ കഴിഞ്ഞ 9.25 വർഷം കേരളത്തിലെ സർക്കാർ എങ്ങനെ തകർത്ത് തർപ്പണമാക്കിയോ അതേ സ്ഥിതിയാണ് കൊല്ലം കോർപ്പറേഷനിലുണ്ടായിരിക്കുന്നത്. ഒറ്റക്കെട്ട ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമെന്നതിനാണ് പ്രതീക്ഷ. UDF എന്നുള്ള ഒറ്റ ഒരു ലെവലിൽ UDF ഒരു ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ ഇപ്രാവശ്യത്തെ പ്രത്യേകത. ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ വളരെ പെട്ടെന്ന് എല്ലാവരും ഒരേ ധാരണയിലെത്തുന്നത് മാത്രമല്ല, ഒരുപക്ഷെ LDFനെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെ 56 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിക്കും. ചർച്ചകളൊക്കെ അവസാന ഘട്ടത്തിലാണ്.